ഹായ് കൂട്ടുകാരെ, നമ്മുടെ 3 സ്റ്റാർസ് ട്യൂട്ടോറിയൽസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ കയറി കാണാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം. ബാക്ക് ടു ഗ്രീൻ, അതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. പോളി, അതാണ് നമ്മുടെ തത്തയമ്മയുടെ പേര്. പോളി 3 മുട്ട ഇട്ടിട്ടുണ്ട്. അവൾ അത് വിരിയാനായി കാത്തിരിപ്പാണ്. ഇത് മാത്രമാണ് പോളിയുടെ മനസ്സിൽ എപ്പോഴും. ഇനി നമുക്ക് പോളിയുടെ കൂട്ടുകാർ ആരെല്ലാമാണെന്ന് നോക്കിയാലോ? ആനയുണ്ട്, മുയല്, അതുപോലെ തന്നെ താറാവ് കുഞ്ഞു. ഇവരെല്ലാം തന്നെ പോളിയുടെ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കാണ്. പോളി, കുഞ്ഞുങ്ങൾ പുറത്തു വന്നോ? ആന ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, ഞാനും കാത്തിരിപ്പാണ്. തത്തയമ്മ മറുപടി പറഞ്ഞു. അങ്ങനെ നീണ്ട ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ഹായ്, ഞാൻ പുറത്തു വന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ തത്തക്കുഞ്ഞ് പുറത്തു വന്നു. ഉടനെ തന്നെ രണ്ടാമതും മൂന്നാമതുമുള്ള തത്തക്കുഞ്ഞുങ്ങൾ കൂടി പുറത്തേക്ക് വന്നു. ഇനി തത്തക്കുഞ്ഞുങ്ങൾ തന്നെ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കോളും. എന്റെ കാലുകൾക്ക് വളരെ നീളം കൂടുതലാണ്. എന്റെ പേര് എന്റെ കഴുത്തിന് ചുവപ്പ് നിറമാണ്. കൂട്ടുകാർ 3 തത്തക്കുഞ്ഞുങ്ങളെയും പരിചയപ്പെട്ടില്ലേ? ഇപ്പോൾ അവർ വളരെ അധികം സന്തോഷത്തിലാണ്. അപ്പോൾ പാടൂ കൂട്ടുകാരെ. 1 2 3. ജിൽ ദിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അങ്ങനെ അവർ 3 പേരും ആകാശത്തൂടെ പറന്നുല്ലസിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ അമ്മത്തത്ത അവിടെ ഇരിപ്പുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റിൽ അവിടെ നിന്ന് പറന്നുപോയി. കൂട്ടുകാർ പറയൂ, റിൽ ഇനി തിരിച്ചു വരുമോ? വരൂ, നമുക്ക് നോക്കാം. റിൽ പാറുന്നതിനിടയിൽ ഒരു പാത്രത്തിൽ വീണുപോയി. അതിലുണ്ടായിരുന്ന ചുവപ്പ് നിറമാകി റില്ലിന്റെ ദേഹത്ത് വീണു. അങ്ങനെ പച്ച നിറമുള്ള റിൽ ഇപ്പോൾ ചുവന്ന നിറമായി. അവൻ അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ അവരെ മനസ്സിലായില്ല. ഒരു തത്തക്കുഞ്ഞ് ചോദിച്ചു. ഞാൻ റില്ലാണ്. അല്ല, ഞങ്ങളുടെ റിൽ പച്ച നിറമാണ്. മറ്റൊരു തത്തക്കുഞ്ഞു പറഞ്ഞു. എന്നും പറഞ്ഞ് അവരവനെ പുറത്താക്കി. റിൽ വളരെയധികം വിഷമിച്ചു. എന്നിട്ട് വീടിന് പുറത്തേക്ക് നടന്നു. ആ ഒരു സമയത്ത് അവിടേക്ക് മഴ വന്നു. വരൂ, മഴ വന്നു, നമുക്ക് കളിക്കാം എന്നും പറഞ്ഞ് മറ്റു തത്തക്കുഞ്ഞുങ്ങളും വീടിന് പുറത്തേക്ക് വന്നു. അപ്പോഴതാ മഴ നനഞ്ഞ് നമ്മുടെ റിൽ വീണ്ടും പച്ച നിറമായി മാറി. ഇതു കണ്ട് എല്ലാവർക്കും അത് റിൽ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി കളിക്കാനും ആർത്തുല്ലസിക്കാനും തുടങ്ങി. ഞാൻ വീണ്ടും പച്ച നിറമായി എന്നും പറഞ്ഞുകൊണ്ട് റില്ലും എല്ലാവരുടെയും കൂടെ കളിക്കാനായി പോയി. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്കിനി ഇതിലെ ആക്ടിവിറ്റീസിലേക്ക് പോയാലോ? താഴെ കാണുന്ന ബോക്സിൽ നിന്ന് ഈ മേലെ കാണുന്ന കോളത്തിൽ ഇല്ലാത്തതായിട്ടുള്ളത് എഴുതണം. അപ്പോൾ കൂട്ടുകാർ പറയൂ. മേലെയുള്ള കോളത്തിൽ അഗൈൻ ഉണ്ട്, പാരറ്റ് ഉണ്ട്, ഫ്ലൈ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, ഓപ്പൺ, ഫ്രണ്ട്സ്, ഗ്രീൻ എന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മൾ 3 കാര്യങ്ങൾ കൂടി മുകളിലത്തെ കോളങ്ങളിൽ ആഡ് ചെയ്യണം. അപ്പോൾ പറയൂ, ഏതാണ് മുകളിൽ ഇല്ലാത്തത്? അതെ, സ്കൈ ഇല്ല, പെയിന്റ് ഇല്ല. ഒരെണ്ണം കൂടി ഇല്ലാത്തതില്ലേ? കൂട്ടുകാർ പറയൂ, ഏതാണത്? അതെ, ലോങ്ങും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കണേ. അതുമാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ. അതുവരെ ബൈ ബൈ.